السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, സി.എച്ച്. മുസ്തഫയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഖുതുബ, അതിലിനിയാണ് മുസ്തഫ നടത്തുന്ന ചില മറിമായങ്ങളും അതുപോലെ കോപ്രായങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. താൻ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് മുസ്തഫക്കാരന് വലിയൊരു വ്യക്തത ഒന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഖുതുബയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്തോ കുറേയൊക്കെ ഒച്ചിട്ടിങ്ങനെ വർത്താനം പറയുന്നു. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ശ്രോതാക്കൾ, കേൾവിക്കാർ, ഇയാൾ വലിയ വിവരമുള്ള ആളാണ്, പണ്ഡിതനാണ്, ഇയാൾ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് എന്ന് ധരിക്കാൻ പാകത്തിലുള്ള ചില കോപ്രായങ്ങളാണ് മുസ്തഫ നടത്തുന്നത്. അതിലൊന്ന്, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ വൽ ആമിലീന അലൈഹ എന്നതിന് ശേഷം നാലാമത്തതായിട്ട് വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്നുള്ള പ്രയോഗത്തെ സംബന്ധിച്ചാണ്. ഇതിൽ മുഅല്ലഫത്ത്, ഖുലൂബ് രണ്ട് പദങ്ങളാണുള്ളത്. അൽ മുഅല്ലഫത്ത് ഖുലൂബുഹും, ആരുടെ ഹൃദയങ്ങളാണോ ഇണക്കപ്പെട്ടിട്ടുള്ളത് അവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് അല്ലദീന ഉല്ലിഫത്ത് ഖുലൂബുഹും എന്നാണ് നേരെ വരിക. അല്ലദീന ഉല്ലിഫത്ത് ഖുലൂബുഹും, ആരുടെ ഹൃദയങ്ങളാണോ ഇൽഫത്ത് ഇലീഫ് ഇണക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകൾക്ക്. ഇവിടെ എന്തുമായിട്ട് ഇണക്കുക എന്നൊരു ചോദ്യമുണ്ട്. ഇണക്കുക എന്ന് പറയുന്നത് എന്താണ് എന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഒന്നിനെ മറ്റൊന്നുമായിട്ട് യോജിപ്പിക്കുക, ഇതാണല്ലോ ഇണക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഹൃദയങ്ങളെ ഇണക്കപ്പെട്ടു. ഈ ഹൃദയങ്ങളെ എന്തുമായിട്ടാണ്, ആരുമായിട്ടാണ് ഇണക്കപ്പെട്ടിട്ടുള്ളത്? ഹൃദയങ്ങളുമായി ഇണക്കുകയാണോ ചെയ്തത്? ഹൃദയങ്ങളെ മറ്റു വല്ലതുമായിട്ട് ഇണക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അവിടെയാണ് മുസ്ലിം പണ്ഡിതന്മാർ അൽ മുഅല്ലഫത്ത് ഖുലൂബുഹും, മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല, സഹാബിമാർ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം, ഇതിന് തഗ്ലീഫുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനോട് ആഭിമുഖ്യം പുലർത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ആഭിമുഖ്യം എന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്, പുതുമുസ്ലിങ്ങൾ. അവരെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിരുകളിൽ താമസിക്കുന്ന അമുസ്ലിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഈ അമുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിന് എതിർപ്പുകളോ അല്ലെങ്കിൽ ഭീഷണിയോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അവർക്ക് സക്കാത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അവരെയും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അനുകൂലികളായി മാറ്റാൻ പാകത്തിൽ സക്കാത്ത് കൊടുക്കാനുള്ളതാണ്. മറ്റൊന്ന്, ഗോത്രനായകന്മാരാണ്. അതായത് ചില ഗോത്രങ്ങൾക്ക് നായകന്മാർക്ക് സാമ്പത്തികമായി സഹായം ചെയ്തു കൊടുത്താൽ അവർ ഇസ്ലാമിലേക്ക് വരും. അവരോടൊപ്പം അവരുടെ ഗോത്രത്തിലുള്ള ആളുകളും വരും. ഇങ്ങനെയുള്ള ഈ സമീപനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ തഗ്ലീഫ് ഖുലൂബ്, അൽ മുഅല്ലഫത്ത് ഖുലൂബ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇസ്ലാം അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അതിർത്തികളിൽ താമസിക്കുന്ന ഇത്തരം ആളുകൾ സക്കാത്തിൻ്റെ വിഹിതം ചോദിച്ചു വന്നപ്പോൾ, ഇനി നിങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതില്ല, കാരണം നിങ്ങളുടെ ഭീഷണി ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് സക്കാത്ത് തൽക്കാലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഭരണപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ മുസ്തഫയെ പോലുള്ള ആളുകൾ, ഒന്ന്, അവർക്ക് ഭാഷാപ്രയോഗങ്ങൾ അറിയില്ല,
അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെ അംഗീകരിക്കാൻ ആവാത്തതാണ് മറ്റൊരു പ്രശ്നം. അതുകൊണ്ടാണ് മുസ്തഫയെ പോലുള്ള ആളുകൾ, മുസ്തഫൻ്റെ പലപ്പോഴും പ്രസംഗത്തിൽ പറയുന്ന ഒരു സംഗതിയാണ് പൊളിറ്റിക് ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം, ഇസ്ലാമിയെ രാഷ്ട്രീയവൽക്കരിച്ചു. അതാണ് വലിയ അബദ്ധമായി തീർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ മുതൽക്ക് ഈ രാഷ്ട്രീയവൽക്കരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്തഫ പറയുന്നത്. എന്നിട്ട് മൂപ്പരയിൽ പറയുന്ന മറ്റൊരർത്ഥം എന്താണ്? മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ലഫത്ത് കുലൂബുഹും എന്ന് പറഞ്ഞാൽ ഹൃദയം മണക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മാനസിക രോഗം ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ മാനസിക രോഗമൊക്കെ സുഖപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരെ പുനരധിവസിപ്പിക്കുക എന്നതാണ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് രോഗം എന്നത് യഥാർത്ഥത്തിൽ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു സംഗതിയാണ്. അവിടെ ഒരു മനുഷ്യൻ ഫക്കീർ മിസ്കീൻ എന്നുള്ളതിലാണ് ഇവരൊക്കെ പെടുക. കാരണം എന്താണ്? രോഗമെന്നത് ദരിദ്രനും ധനികനും ഒക്കെ സംഭവിക്കാം. അത് മാനസിക രോഗം അടക്കമുള്ളത് ധനികന്മാർക്കും സംഭവിക്കാം. മുസ്തഫ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ധനികന്മാരായിട്ടുള്ള അങ്ങനെയുള്ള മാനസിക രോഗമൊക്കെ വന്ന് ആ രോഗമൊക്കെ മാറിയിട്ടുള്ള സുഖം പ്രാപിച്ചിട്ടുള്ള ആളുകൾക്കടക്കം ഈ സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അവർ സക്കാത്തിന് അവകാശികളല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. മുസ്തഫയുടെ ഈ കോപ്രായം അനുസരിച്ചാണെങ്കിലോ അവിടെ ദരിദ്രരുടെ കൂട്ടത്തിൽ ഇവരെ ഉൾപ്പെടുത്തുന്നില്ല. ഇവരെ വേറെ തന്നെ ഒരു വർഗമായിട്ട് നിർണ്ണയിക്കുകയും എന്നിട്ട് അവർ മാനസിക രോഗം വന്ന് സുഖമായിട്ടുള്ള ആളുകളാണ് എന്നുള്ള ആ പരിഗണന മാത്രം വെച്ചുകൊണ്ട് അവർക്ക് സക്കാത്തിൽ വിഹിതം കൽപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവിടെ സമ്പന്നനും ദരിദ്രനും എന്നുള്ള വേർതിരിവൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആൾ സക്കാത്തിന് അർഹനായി തീരാണ് മുസ്തഫയുടെ ഈ വർണ്ണം അനുസരിച്ച് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് താൻ പറയുന്നത് എന്ന് നോക്കേണ്ട കാര്യം മുസ്തഫക്കില്ലല്ലോ. കാരണം എന്താ? മുസ്തഫ അകംപൊരുളാണ്, മാനവികതയാണ്, ആധുനിക യുഗത്തിനനുസരിച്ച് ഖുർആനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു വിചാരിച്ച് മൂപ്പർക്ക് വലിയ ബേജാറൊന്നുമില്ല. മൂപ്പർ അനുയായികൾക്കാണെങ്കിൽ അത്രയും ബേജാറുണ്ടാകേണ്ട കാര്യമില്ല. ഇതാണ് ഒരു സംഗതി. രണ്ടാമത്തെ സംഗതി വഫിർ റിഖാബി. ഈ വഫിർ റിഖാബ് എന്ന് പറഞ്ഞിട്ടുണ്ടായി റഖബത്ത് എന്നതിൻ്റെ ജമ്മ് ബഹുവചനമാണ് റിഖാബ്. റഖബത്ത് എന്നത് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് അടിമ എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ തഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ എന്ന് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. വേറെയും സ്ഥലങ്ങളിൽ തഹരീറു റഖബ എന്ന പ്രയോഗമുണ്ട്, അടിമ മോചനം. അപ്പോൾ വഫിർ റിഖാബി എന്ന് പറഞ്ഞാൽ അടിമ മോചനം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സക്കാത്തിൻ്റെ ഒരു വിഹിതം നൽകേണ്ടത്. എന്ന് പറഞ്ഞാൽ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി സക്കാത്ത് നൽകണം. അടിമത്വം എന്നത് ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽക്ക്, ഇസ്ലാമിൻ്റെ ആവിർഭാവം എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള സംഗതിയല്ല. ലോകത്ത് അതിൻ്റെ മുമ്പേ കുറേ കാലങ്ങളായിട്ട് അടിമത്വമുണ്ട്. ഈ അടിമകളെ മോചിപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അപ്പോൾ അതിനുള്ള മാർഗങ്ങളിൽ ഒരു മാർഗമാണ് സക്കാത്തിൽ അതിനൊരു വിഹിതം വകയിരുത്തുക എന്നുള്ളത്. അതാണ് ഇവിടെ വഫിർ റിഖാബ് എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ മുസ്തഫയുടെ കാഴ്ചപ്പാടനുസരിച്ച് വഫിർ റിഖാബ് എന്ന ഭാരം പേറുന്നവർ എന്നാണ്. ഈ ഭാരം പേറുന്നവർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണോ, എന്ത് ഭാരമാണ് ഇവിടെ ഉദ്ദേശിച്ചതെന്നൊന്നും മുസ്തഫ പറയുന്നില്ല. തൊഴിലാളികളായിരിക്കാനാണ് സാധ്യത. അതാണല്ലോ ഭാരം പേറുന്ന ആളുകൾ. അപ്പോൾ ഈ ഭാരം പേറുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ, അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ ഉള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വരുമാനം ഈ ജോലിയിൽ നിന്ന് കിട്ടില്ലെങ്കിൽ, ഭാരം പേറുന്നതിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, അത്തരം ആളുകളാണല്ലോ ഫക്കീർ മിസ്കീനിൽ പെടുക. അതേവസരം ഭാരം പേറുന്ന ആളുകൾ കണ്ടമാനം സമ്പാദിക്കുന്ന ആളുകളുമുണ്ട്. വിശേഷിച്ചും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കൂലിത്തൊഴിൽ എന്ന് പറയുന്നത് ഇന്ന് സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല വരുമാനമുള്ളൊരു മാർഗ്ഗമാണ്.
അപ്പോൾ ഈ ഭാരം പേറുക എന്നതിനെ ഏതടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ് അതിന് അറബി ഭാഷയിൽ അങ്ങനെ ഒരു അർത്ഥം അതിന് വരിക? അറബി ഭാഷയിൽ ഭാരം പേറുക എന്നുള്ളതിന് തഹമ്മുൽ, ഹംല്, ഹിമാലത്ത്, ഹമൂലത്ത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ റിഖാബ് എന്നത് അങ്ങനെയുള്ളൊരു പ്രയോഗമായിട്ട് ഖുർആനിൽ നിന്ന് മാത്രമല്ല അറബി ഭാഷയിൽ പോലും അങ്ങനെ ഒരു പ്രയോഗമില്ല. എന്നിട്ടാണ് മുസ്തഫ ഇവിടെ ഒഫിർ റിഖാബി എന്നതിന് ഭാരം പേറുന്നവർ എന്ന് അർത്ഥം പറയുന്നത്. അത് മറ്റൊരു കോപ്രായാണ്. അപ്പോൾ നാലാമത്തെ 3 2 5 4 3 2 5 ആറാമത്തേത് വൽ ഗാരിമീൻ എന്ന് പറഞ്ഞാലോ കടം വന്നിട്ടുള്ള ആളുകൾക്കാണ്. അത് പിന്നെ ഏറെക്കുറെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മൂപ്പർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. പിന്നുള്ളത് ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മുസ്ലിം സമൂഹം മനസ്സിലാക്കിയത് ഫീ സബീലില്ല എന്ന അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രവുമായി ശത്രു രാജ്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് എന്നതാണ് ഒരു പ്രശ്നം. കാരണം ഈ ആയത്ത് മദീന ജീവിതത്തിൽ അവതരിച്ചിട്ടുള്ളതാണ്. സൂറത്ത് തൗബയിലാണ് ഈ ആയത്തുള്ളത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംഗതിക്കാണ് അവിടെ സക്കാത്തിൻ്റെ ഒരു വിഹിതം നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സക്കാത്തിൻ്റെ വിഹിതം യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി നൽകുക എന്ന് പറഞ്ഞാൽ അത് യോദ്ധാക്കൾക്ക് ആയുധം വാങ്ങാൻ, അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് കാര്യമായിട്ട് അത് കൊടുക്കുക. പിന്നെ ആധുനികമായിട്ട് പറയുമ്പോൾ ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളുടെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള മാർഗങ്ങൾ, പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളാണ് സബീലുള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക പ്രചരണവും അതിൻ്റെ വ്യാപനവും അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഈ സക്കാത്തിൻ്റെ ഒരു വിഹിതം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ അവസരം മുസ്തഫ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുസ്തഫ ഉദ്ദേശിക്കുന്നത് ഫീ സബീലില്ല എന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്നാണ്. അതൊരു വല്ലാത്ത കോപ്രായാണ്. നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇങ്ങനെ ഉണ്ടാവുമോ? അള്ളാഹു ഒരു വിഭാഗത്തെ നിർണ്ണയിക്കാതെ ഫീ സബീലില്ല അത് നിങ്ങളവിടെ നിർണ്ണയിച്ചാൽ മതി എന്ന് പറയാമെന്നുള്ള രീതി ഉണ്ടാവുമോ എന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതിൽ വിധവകളെ വിവാഹം ചെയ്തു കൊടുക്കുക പോലുള്ള സംഗതികളൊക്കെയാണ് മൂപ്പര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചുള്ളതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം മുസ്തഫയ്ക്ക് എവിടെ നിന്നും കിട്ടേണ്ടതില്ല, മൂപ്പർക്ക് സ്വന്തമായിട്ട് കിട്ടിയാൽ മതി. എന്നാൽ വിധവകളെ വിവാഹം ചെയ്യുക എന്നതിന് ഫീ സബീലില്ല എന്നുള്ളൊരു പ്രയോഗം അറബി ഭാഷയിലോ ഖുർആനിലോ അതിന് മുസ്തഫ പ്രമാണമായി അംഗീകരിക്കാത്ത ഹദീസുകളിലോ ചരിത്രത്തിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും കാണാനും സാധ്യമല്ല. അപ്പോൾ തനിക്ക് തോന്നിയത് വിളിച്ചു പറയാം, അത് ഖുർആനിലെ വാക്യങ്ങൾക്ക് അത് അർത്ഥമായിട്ട് നൽകുക, ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇബ്നുസ്സബീൽ എന്ന് പറയുന്നതും മറ്റെന്തോ ഒരു ഉദ്ദേശത്തിലാണ് മുസ്തഫ പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് കയറി കിടക്കാൻ വീടില്ലാത്ത ആളുകൾ പോലുള്ള ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ കയറി കിടക്കാൻ വീടില്ലാത്തവർ എന്ന് പറയുന്നത് ഇബ്നുസ്സബീലിൽ എങ്ങനെ പെടുക?
ഇബ്നുസ്സബീൽ പറഞ്ഞാൽ വഴിയുടെ മകൻ എന്നാണ് നേർക്ക് നേരെ ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇബ്നുസ്സബീൽ എന്നത് അറബിയിൽ യാത്രക്കാർ, യാത്ര ചെയ്യുന്ന ആൾക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ യാത്രക്കാരന് അതിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിലപ്പോൾ സ്വന്തം നാട്ടിൽ സമ്പന്നനാണെങ്കിൽ പോലും, വിശേഷിച്ചും ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല അടുത്ത കാലഘട്ടം വരെയും സ്വന്തം നാട്ടിൽ സമ്പത്തുള്ള ആളാണെങ്കിൽ പോലും യാത്ര ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തെത്തിപ്പെട്ടാൽ അയാൾക്ക് യാത്ര തുടരാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾ വഴിയാധാരാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് സക്കാത്തിലൊരു വിഹിതം നൽകുകയും അയാളെ ലക്ഷ്യസ്ഥാനത്തെത്താൻ തിരിച്ചു പോരാനൊക്കെ ഉള്ള മാർഗങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നും അത് ആവശ്യമുണ്ടെങ്കിൽ പോലും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇന്ന് ബാങ്കിങ് സമ്പ്രദായത്തിൽ തന്നെ വളരെ പരിഷ്കരണങ്ങളൊക്കെ വന്ന് ATM സംവിധാനങ്ങൾ വന്ന് സ്വന്തം നാട്ടിലുള്ള കാശ് വിദേശത്തുള്ള ആൾക്ക് അവിടെ വെച്ച് പിൻവലിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അങ്ങനെ ഉള്ള ആളുകൾക്ക് സമ്പത്ത് പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിലെത്താനുള്ള മാർഗ്ഗം അയാൾക്കുണ്ട്. എന്നാൽ അടുത്ത കാലം വരെയും ഇങ്ങനൊരു സംവിധാനം ലോകത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് പ്രയാസമാണ് ഉണ്ടാവുക. അപ്പോൾ അവരെ കൂടി സംരക്ഷിക്കാനുള്ളത് സക്കാത്തിൻ്റെ വിഹിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അത് കയറിക്കിടക്കാൻ വീടില്ലാത്ത ആൾ എന്നതിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫക്കീർ മിസ്കീൻ എന്നതിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെയാണ് തരം തിരിച്ചിട്ട് വേറൊരു വിഭാഗത്തിലേക്ക് മാറ്റി പണിയണത്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് ഞാൻ ഖുർആൻ ഓതുന്നു എന്നതുകൊണ്ട് എനിക്കെൻ്റെ തൊള്ളോണ്ട് വേറൊന്നും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യമാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ചോദിക്കാതെ ചോദിക്കുന്നത്. ഇതെന്നാൽ ഇസ്ലാമിക ലോകം ഒരിക്കലും തന്നെ അംഗീകരിച്ചിട്ടില്ലാത്തതും അറബി ഭാഷ അറിയുന്ന ആൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദഗതിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ ഇതിലൂടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്, ഖുർആൻ അർത്ഥം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ വികൃതമായിട്ടുള്ള ഖുർആനിക വിരുദ്ധമായിട്ടുള്ള കോപ്രായങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഇതിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കപ്പെടേണ്ടത്.